ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ആലപ്പുഴയിലെ CPM നേതാവ് BJPയിൽ ചേർന്നു എന്നുള്ളത്. മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിപിൻ സി ബാബു അല്പം മുമ്പ് BJP അംഗത്വം സ്വീകരിച്ചു. അദ്ദേഹം ഇപ്പോൾ തത്സമയം ബ്രേക്കിംഗ് ന്യൂസിൽ. ബിപിൻ സി ബാബു, കേൾക്കാമല്ലോ? താങ്കൾ എന്തിനു പാർട്ടി വിട്ടു എന്ന ചോദ്യമാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്ത് മോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികളാണ് അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലാകർഷനായിട്ടാണ് ഞാൻ BJPയിൽ അംഗത്വം സ്വീകരിച്ചിട്ടുള്ളത്. ബിപിൻ സി ബാബു, BJPയിലേക്ക് എത്തുന്ന എല്ലാവരും പറയുന്ന ഒരു പൊതുവായ ഒരു വാചകമായിട്ട് അതിനെ കാണാൻ പറ്റൂ. കാരണം ഇതിപ്പോൾ മൂന്നാമത്തെ ടേം ആണല്ലോ. 2 ടേമിൽ കാണാത്ത വികസനം താങ്കൾ മൂന്നാമത്തെ ടേമിൽ തുടങ്ങുന്ന ഘട്ടത്തിൽ കാണുന്നു എന്നിടത്താണ് അതിൻ്റെ ഒരു രാഷ്ട്രീയം നിൽക്കുന്നത്. താങ്കൾക്ക് CPMൽ താങ്കൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ താങ്കളുടെ ചെറുപ്പത്തിൽ തന്നെ, യൗവനത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ട്, യുവാവായിരിക്കുമ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പാർട്ടി സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച ശേഷവും എന്തുകൊണ്ട് പാർട്ടി വിടുന്നു എന്നുള്ള ചോദ്യം വരുമ്പോൾ ആലപ്പുഴ CPMൽ എന്ത് പ്രശ്നമാണ് താങ്കളെ അലട്ടിയിരുന്നത്? ആലപ്പുഴ CPMലെ പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു വിഭാഗത്തിന്റെ പാർട്ടിയായി CPM മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ പല CPMന്റെ മുതിർന്ന നേതാക്കളും, ഇപ്പൊ G. സുധാകരൻ സാർ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകനാണ്, ഏറ്റവും നല്ല മന്ത്രിയെ അദ്ദേഹം പ്രവർത്തിച്ചു. രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ രൂപത്തിൽ പദ്ധതികൾ ഈ കേരളത്തിൽ നടപ്പിലാക്കിയതാണ്. പുന്നപ്ര വയലാറിന്റെ നാട്ടിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിനുണ്ടായ അനുഭവം എന്താ ആലപ്പുഴയിൽ? പക്ഷേ ശ്രീ ബിപിൻ സി ബാബു, ആലപ്പുഴയിലെ CPMൽ നടന്നുകൊണ്ടിരിക്കുന്നത് G. സുധാകരൻ ഈ സമ്മേളന കാലയളവിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളല്ലേ പറയുന്നത്? പാർട്ടി അച്ചടക്കം എന്നൊന്നില്ലേ? അങ്ങനെ പ്രതിരോധത്തിലാക്കുമ്പോൾ അങ്ങനെ ഒരു നേതാവിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ ഇപ്പോൾ സമ്മേളനത്തിലേക്ക് വിളിക്കാതിരിക്കുന്നത്? അതല്ലേ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് ആഞ്ചലോസുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണവുമൊക്കെ. ആഞ്ചലോസ് CPയുടെ ജില്ലാ സെക്രട്ടറി അല്ലേ? ആഞ്ചലോസിനെ പാർട്ടി പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച്. G. സുധാകരൻ പറഞ്ഞത് ഓരോരുത്തർക്കുണ്ടാകുന്ന അനുഭവങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. അതെന്താ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ എനിക്കറിയില്ലല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താ. അല്ല, അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ താങ്കളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല? ഇപ്പോൾ താങ്കളുടെ അമ്മയും പാർട്ടി നേതാവാണല്ലോ, അവിടുത്തെ ഏരിയ കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ എന്താണ് അമ്മ BJPയിലേക്ക് പോകുന്നതിനെ എതിർത്തില്ലേ? അമ്മയല്ലല്ലോ, എനിക്ക് ഇപ്പൊ 42 വയസ്സുണ്ട്. എന്നാലും എനിക്ക് എൻ്റെ കാര്യത്തിൽ സ്വന്തമായ തീരുമാനമെടുക്കാൻ അറിയാവുന്ന ആളാണ്. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ സ്വന്തമായ തീരുമാനമാണ്. അമ്മയുടെ അഭിപ്രായം എനിക്ക് എന്താണെന്ന് അറിയില്ല. അമ്മയോട് സംസാരിച്ചിരുന്നോ? പാർട്ടി വിടുന്ന കാര്യം ഏരിയ കമ്മിറ്റി അംഗം തന്നെയാണ്. പാർട്ടി വിടുന്ന കാര്യം സംസാരിച്ചിരുന്നോ? അമ്മയോട് സംസാരിച്ചിട്ടില്ല. എന്താണ് അപ്പോൾ അഭിപ്രായം? സംസാരിച്ചിട്ടില്ല. അമ്മയോട് സംസാരിച്ചിട്ടില്ല. അമ്മയോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അമ്മ CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമാണല്ലോ. അപ്പൊ അമ്മയെ കൂടി പ്രതിരോധത്തിലാക്കിയിട്ടാണ് താങ്കൾ BJPയിലേക്ക് പോയിരിക്കുന്നത്. ഒരു വീട്ടിൽ 2 രാഷ്ട്രീയക്കാർ പാടില്ലെന്നും ഇല്ലല്ലോ. താങ്കളിപ്പോൾ DYFI സംസ്ഥാന കമ്മിറ്റി അംഗമല്ലേ ബിപിൻ? അല്ലല്ല, ഞാൻ DYFI രംഗം ഒഴിഞ്ഞിട്ട് ഇപ്പം 4 വർഷമായി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, SFI ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്നു, SFI സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതെ, താങ്കൾ 32ാമത്തെ വയസ്സിലാണ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയത്. അതെ അതെ. അപ്പൊ പാർട്ടി അത്രയൊക്കെ ചെയ്തിട്ടാണ് താങ്കൾ അപ്പുറത്തേക്ക് പോകുന്നത്. പാർട്ടിക്ക് തെറ്റ് പറ്റിയാൽ നമ്മൾ പോവുക എന്നുള്ളതല്ലേ ഉള്ളൂ. പാർട്ടി, ഞാനിപ്പോ പറയാനുള്ളത് CPMന്റെ മതനിരപേക്ഷത സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. BJPയിലാണോ മതനിരപേക്ഷ സ്വഭാവം ഉള്ളത്? ഒരു കോക്കസിന്റെ കയ്യിലേക്ക് മാത്രമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏതാ
ബി ജെ പിയിലാണോ മതനിരപേക്ഷ സ്വഭാവം? ബി ജെ പിയിൽ മതനിരപേക്ഷ സ്വഭാവം ഉണ്ട് എന്ന് തന്നെയാണ്. അതെ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയിൽ മതനിരപേക്ഷ സ്വഭാവം ഉണ്ടല്ലോ. അങ്ങനെയാണ് താങ്കളുടെ ബോധ്യം? എല്ലാവരും വോട്ട് ചെയ്തല്ലേ ഈ പാർട്ടിയെ രാജ്യം ഭരിക്കാൻ? ഉറപ്പായിട്ടും. അപ്പോൾ താങ്കളുടെ ബോധ്യം അതാണ്? ഉറപ്പായിട്ടും. ഇപ്പൊ എന്റെ ബോധ്യം അതാണ്. അപ്പോൾ ബി ജെ പിയിൽ താങ്കളെ കാത്തിരിക്കുന്ന പൊസിഷൻ എന്താണ്?